എന്താണ് ലീനിയർ പ്രോഗ്രാം? ഈ ഒരു ഗിവൺ കേസ് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അതായത് ലീനിയർ പ്രോഗ്രാമിങ്ങിൽ ഏത് ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ് വരുന്നത് എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഫർണിച്ചർ ഡീലർ ശ്രദ്ധിക്കുക. ഓക്കെ, ഒരു ഫർണിച്ചർ ഡീലറുടെ എക്സാമ്പിൾ ആണ്. അപ്പോൾ ഫർണിച്ചർ ഡീലറുടെ ഒരു സിറ്റുവേഷൻ ആണ്, നമുക്ക് എത്ര എക്യുപ്മെന്റ് സ്റ്റോർ ചെയ്യണം അതിന് റിലേറ്റഡ് ആയിട്ട്. ഓക്കെ, ഇതിന്റെ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം ദ ഡീലർ ക്യാൻ ഇൻവെസ്റ്റ് ഹിസ് മണി ഇൻ ബൈയിങ് ടേബിൾസ് ഓർ ചെയർ ഓർ എ കോമ്പിനേഷൻ. അപ്പം നമുക്ക് ടേബിളും അല്ലെങ്കിൽ ചെയറും നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. ഓക്കെ, അതായത് 50,000 ആണ് ടോട്ടലുള്ള അവൈലബിൾ ബഡ്ജറ്റ്. ഓക്കെ, അതുപോലെ തന്നെ സിറ്റുവേഷൻ ഇതാണ്, സ്റ്റോറേജ് സ്പേസ് 60 പീസേ എന്ത് ചെയ്യത്തുള്ളൂ, അവൈലബിൾ ആകത്തുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, ടോട്ടൽ 50,000 ഉണ്ട്, അവൈലബിൾ മണി ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യത്തുള്ളൂ. മാക്സിമം എത്രയുണ്ട്, 60 പീസും എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എത്ര ടേബിളും എത്ര ചെയറും സ്റ്റോർ ചെയ്യണം. കാരണം എന്താണ്, ടേബിളിന് ഒരു പ്രോഫിറ്റ് കിട്ടുന്നു, ചെയറിന് വേറെ പ്രോഫിറ്റ് കിട്ടുന്നു. ഓക്കെ, നൗ എത്ര രീതിയിൽ അത് എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനുള്ളിൽ മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഇൻസ്ട്രക്ഷൻ ഇതാണ്, ഫർണിച്ചർ ഡീലർ ഡീൽസ് ഓൺലി ഇൻ 2 ഐറ്റം. ഏതാണ്, ടേബിളും ചെയറും. 50,000 rupees ഉണ്ട് ടു ഇൻവെസ്റ്റ് ആൻഡ് ഹാസ് സ്റ്റോറേജ് സ്പേസ് എത്രയാണ്, 60 പീസ്. ടേബിളിന്റെ പ്രൈസ് 2500, ചെയറിന്റെ പ്രൈസ് 500. ഓക്കെ, സെയിൽ ഓഫ് 1 ടേബിൾ ഹി ക്യാൻ മേക്ക് എ പ്രോഫിറ്റ് ഓഫ് 250. അപ്പോൾ ടേബിളിൽ 250 പ്രോഫിറ്റ് ഉണ്ടാക്കാം. സെയിൽ ഓഫ് 1 ചെയർ എത്ര ഉണ്ടാക്കും പ്രോഫിറ്റ്, 75. ഓക്കെ, അടുത്തത് ഈ ഒരു സിറ്റുവേഷനിൽ ഹൗ മെനി ടേബിൾസ് ആൻഡ് ചെയർ ഷുഡ് ബൈ ഫ്രം ദിസ് അവൈലബിൾ മണി സോ ദാറ്റ് മാക്സിമൈസ് ടോട്ടൽ പ്രോഫിറ്റ്. അപ്പം ടേബിളിനുണ്ടാകുന്ന പ്രോഫിറ്റ് ഉണ്ട്, ചെയറിനുണ്ടാകുന്ന പ്രോഫിറ്റ് ഉണ്ട്, എത്ര വീതം സ്റ്റോർ ചെയ്യണം, കറക്റ്റ് എമൗണ്ട് സച്ച് വേദാറ്റ്. എന്തുകൊണ്ടാണ്, ആകെ 50,000 രൂപയേ ഉള്ളൂ, ടേബിളിന്റെ പ്രൈസ് എത്രയാണ്, 2500. പക്ഷേ ടേബിളിന് 250 രൂപ പ്രോഫിറ്റ് കിട്ടും. ചെയറിന്റെ പ്രൈസ് എത്രയാണ്, പൈസ കുറവാണ്, പക്ഷേ പ്രോഫിറ്റ് അതിന് കറസ്പോണ്ടിങ് എത്രയാണ്, 75 ആണ്. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസിൽ റൈറ്റ് ബാലൻസ്, എത്ര ടേബിളും, ചിലപ്പോൾ ടേബിൾ തന്നെ മേടിച്ചാലായിരിക്കും, ചിലപ്പോൾ ചെയർ തന്നെ മേടിച്ചാലായിരിക്കും. പക്ഷേ ചില സിറ്റുവേഷനിൽ ഒരു പർട്ടിക്കുലർ നമ്പർ ടേബിളും പർട്ടിക്കുലർ നമ്പർ ചെയർ മേടിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും മാക്സിമം എന്ത് വരുന്നത്, പ്രോഫിറ്റ് വരുന്നത്. ഓക്കെ, സോ സച്ച് ടൈപ്പ് ഓഫ് പ്രോബ്ലം സിച്ച് ടു മാക്സിമൈസ് ഓർ മിനിമൈസ്. ഇനി എക്സ്പെൻസ് ആണെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്, മിനിമൈസ് ചെയ്യണം. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പം ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലത്തിൽ മാക്സിമം പ്രോഫിറ്റ്, മിനിമം കോസ്റ്റ്, മിനിമം യൂസ് ഓഫ് റിസോഴ്സസ്, ഇതൊക്കെയാണ് വരുന്നത്. നമ്മൾ ഇതിനെ ലീനിയർ ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. കാരണം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉള്ള നമുക്കറിയാവുന്ന ലീനിയർ ഇക്വേഷൻ ആയിട്ട്, കോസ്റ്റിന്റെ ലീനിയർ ഇക്വേഷൻ, അല്ലെ നമ്പർ ഓഫ് ടേബിൾസിന്റെ ലീനിയർ ഇക്വേഷൻ, നമ്പർ ഓഫ് ചെയറിന്റെ ലീനിയർ ഇക്വേഷന്റെ കോസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറയും. ഓക്കെ, ഇനി എങ്ങനെ, കാരണം എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മൾ ഇക്വേഷൻ, നിങ്ങൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് മനസ്സിലാവും, ഇക്വേഷൻ എഴുതുന്നത് എന്തിലായിരിക്കും, ലീനിയർ ഇക്വേഷൻ ആയിട്ടായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു സെയിം സിറ്റുവേഷൻ തന്നെ എത്രയാണ്, അപ്പോൾ ഓൺലി ടേബിൾ മാത്രമാണെന്ന് വിചാരിക്കുക. 50,000 രൂപയ്ക്ക് 2,500 രൂപ ഓരോ ടേബിളിനും ഉണ്ടെങ്കിൽ 20 ടേബിളിന്റെ പ്രോഫിറ്റ് എത്രയാണ്, 250 × 20, 5,000 രൂപ. അടുത്തെന്തായിരിക്കും, ചെയർ മാത്രമാണെന്ന് വിചാരിക്കുക, 100 ചെയർ മേടിക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും, പക്ഷെ 100 ചെയർ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള എന്തില്ല, സ്പേസ് ഇല്ല. നമുക്ക് 60 പീസ് സ്റ്റോർ ചെയ്യാനുള്ള എന്തേ ഉള്ളൂ, സ്പേസേ ഉള്ളൂ. കാരണം ആ ഒരു ലിമിറ്റേഷൻ കൂടെ ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് നമുക്ക് 60 എണ്ണം മേടിക്കാൻ പറ്റത്തുള്ളൂ. സോ 60 × 75, അതിന്റെ പ്രോഫിറ്റ് എത്രയായിരിക്കും, 4,500. ഓക്കെ, എന്നിട്ട് ആ മിച്ചമുള്ള പൈസയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, ടേബിൾ മേടിക്കാം. ടോട്ടൽ 60 പീസ് കൂടാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുകയും ചെയ്യാം, സ്റ്റോർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇതാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത് സിറ്റുവേഷൻ. പക്ഷേ എക്സാക്റ്റ് എത്രയാണ് എന്നുള്ള ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ലീനിയർ പ്രോഗ്രാമിംഗ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ,
വേറൊരു പോസിബിലിറ്റി എന്താണ്? 10 ടേബിള് 50 ചെയർ. അപ്പോൾ എത്ര സംഭവിക്കും? 60 പീസേ ഉള്ളൂ. ടോട്ടൽ പ്രോഫിറ്റ് എത്രയായിരിക്കും? 10 × 250 പ്ലസ് 50 × 75. അപ്പം നമുക്ക് എന്തായിരിക്കും? ഡിഫറെൻറ്റ് വേസ്. ഹി വുഡ് ഏൺ ഡിഫറെൻറ്റ് പ്രോഫിറ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാകും ഹൗ ഷീ ഷുഡ് ഇൻവെസ്റ്റ് മണി ഇൻ ഓർഡർ ടു ഗെറ്റ് എ മാക്സിമം പ്രോഫിറ്റ്. ആ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് വരുന്നത്? ലീനിയർ പ്രോഗ്രാമിങ്ങിലോട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു സിറ്റുവേഷൻ കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഈ ഒരു സെയിം സിറ്റുവേഷനെ നമ്മൾ എങ്ങനെയാണ് മാത്തമാറ്റിക്കൽ ലീനിയർ ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ കണ്ട സിറ്റുവേഷനിൽ എക്സ് നമ്പർ ഓഫ് ടേബിൾ, വൈ നമ്പർ ഓഫ് ചെയർ, എക്സ് ഗ്രേറ്റർ ദാൻ 0, വൈ ഗ്രേറ്റർ ദാൻ 0. എന്തുകൊണ്ടാണ്? നമ്പർ ഓഫ് ചെയറും ടേബിളും നെഗറ്റീവ് ഒരിക്കലും വരാൻ പാടില്ല, അതിന് മീനിങ് ഇല്ല. ഓക്കെ, കാരണം 2500x + 500y 5000. എന്തുകൊണ്ടാണ്? കയ്യിലുള്ള അവൈലബിൾ പൈസ എപ്പോഴും എത്രയാണ്? 50,000 രൂപയിൽ എത്രയാണ്? താഴെയാണ്. അപ്പം എക്സ് ടേബിളിന് ഒരു ടേബിളിന് 2500 വെച്ച് 2500x, ഒരു ചെയർ 500 വെച്ച് 500y. നമ്മളിത് ഹോൾസെയിൽ ഡീലറുടെ നിന്ന് നമ്മൾ മേടിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസയുടെ ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കൺസ്ട്രെയിൻ്റ് എന്ന് വിളിക്കുന്നു. കാരണം ഇങ്ങനെ ഒരു ലിമിറ്റേഷൻ നമ്മുടെ കയ്യിലുണ്ട്. എക്സും വൈ എത്രയായാലും കുഴപ്പമില്ല. എത്രയായിരിക്കും? 2500x + 500y ലെസ് ദാൻ എത്രയായിരിക്കണം? 50,000 ആയിരിക്കും. അതിനെ ഒരു 100 വെച്ച് ഡിവൈഡ് ചെയ്താൽ, സോറി 100 അല്ല, എത്രയായിരിക്കും? 100 വെച്ച് ഡിവൈഡ് ചെയ്യുക, വീണ്ടും ഒരു 5 വെച്ച് ഡിവൈഡ് ചെയ്യുക. അതായത് 500 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 5x + y ലെസ് ദാൻ 100 കിട്ടും. അതുപോലെ x + y ലെസ് ദാൻ 60. എന്തുകൊണ്ടാണ്? ടോട്ടൽ അവൈലബിൾ സ്പേസ് 60ക്ക് മണ്ടൽ എന്ത് ചെയ്യാൻ പാടില്ല? എക്സീഡ് ചെയ്യുന്നതിന് വേണ്ടി പാടത്തില്ല. അതാണ് അടുത്തൊരു കണ്ടീഷൻ. ഓക്കെ, ഇതാണ് ജസ്റ്റ് ഒരു ബേസിക് ഇക്വേഷൻ. ഇനി ഇതിന് എങ്ങനെ ഒപ്റ്റിമം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അടുത്ത, ഡീലർ വാണ്ട് ടു ഇൻവെസ്റ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് മാക്സിമൈസ് ദ പ്രോഫിറ്റ്. അതാണ് എപ്പോഴും ഒബ്ജക്റ്റീവ്. നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നു. അതിന് 250x + 75y ഈസ് കോൾഡ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് എക്സും വൈയും ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 250x + 75y എന്നുള്ള വാല്യൂ മാക്സിമം ആയിരിക്കണം. അടുത്ത, മാക്സിമൈസ് 250x + 75y 5x + y ലെസ് ദാൻ 100. അത് നമ്മൾ പ്രൈസിന്റെ കാര്യം വെച്ച് പറഞ്ഞു. ഇത് സ്റ്റോറേജ് സ്പേസിന്റെ കാര്യം വെച്ച് പറഞ്ഞു. എക്സ് ഗ്രേറ്റർ ദാൻ 0, വൈ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു. ഇവിടെ നമുക്കിത് കണ്ടാലേ അറിയാം, ഇത് രണ്ട് ലീനിയർ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. സോ വി ഹാവ് ടു മാക്സിമൈസ് ദ ലീനിയർ ഫംഗ്ഷൻ. Maximize the linear function is set object to certain condition. Okay, certain condition determined by a set of linear inequality with the variable as non-negative. അടുത്തതായിരിക്കണം, മാക്സിമൈസ് ചെയ്യണം ലീനിയർ ഫംഗ്ഷൻ certain condition determined by set of linear inequality with variable non-negative. അപ്പം നെഗറ്റീവ് വാല്യൂവിന് മീനിങ് ഇല്ല, അത് വരാൻ പാടില്ല. ഓക്കെ, അല്ല ചില പ്രോബ്ലം മിനിമൈസ് ചെയ്യാനായിരിക്കും കോസ്റ്റ് ആണെങ്കിൽ. ലീനിയർ ഫംഗ്ഷൻ സബ്ജക്ട് ടു എ സർട്ടൈൻ കണ്ടീഷൻ ഡിറ്റർമൈൻഡ് ബൈ സെറ്റ് ഓഫ് ലീനിയർ ഇൻഇക്വാലിറ്റി വിത്ത് വേരിയബിൾസ് ആർ നോൺ നെഗറ്റീവ്. സച്ച് പ്രോബ്ലമിനെ നമ്മൾ എന്തിനു വിളിക്കുന്നു? ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. നമ്മുടെ ഒബ്ജക്റ്റീവ് ലീനിയർ ആണ്, നമ്മുടെ കൺസ്ട്രെയിൻറ്റ് ലീനിയർ ആണ്. ഓക്കെ, ഇത് നോക്കണം, ഇതെന്താണ്? നമ്മുടെ കൺസ്ട്രെയിൻറ്റ് എന്താണ്? ലീനിയർ ആണ്. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് സിറ്റുവേഷനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? വിളിക്കുന്നു. അടുത്തത് നെക്സ്റ്റ് പേജ് വരിക. The linear programming problem, one that is concerned with the finding the optimal value, maximum അല്ലെ minimum of a linear function. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? Objective function. Several variables x and y subject to the condition that the variable are non-negative and satisfy set of linear inequality called a linear constraint. The term linear implies that all the mathematical relations used in the problem are linear relationship. നമുക്കൊരു ലീനിയർ ലൈൻ വഴി ഓരോ കൺസ്ട്രെയിൻറ്റിനെ റെപ്രസെന്റ് ചെയ്യുക, ഒബ്ജക്റ്റീവിനെ റെപ്രസെന്റ് ചെയ്യുക. പ്രോഗ്രാമിംഗ് റെഫേഴ്സ് ടു ദ മെത്തേഡ് ഓഫ് ഡിറ്റർമിനിങ് എ പർട്ടിക്കുലർ പ്രോഗ്രാം ഓർ പ്ലാൻ ഓഫ് ആക്ഷൻ. അപ്പം ഏത് മെത്തേഡ് വഴിയാണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയാൻ കാരണം ഏത് മെത്തേഡ് വഴിയാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മുടെ സം സ്റ്റാൻഡേർഡ് ടൈം എന്താണ്? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ലീനിയർ ഫംഗ്ഷൻ ഇസ് ഈക്വൽ ax + y, a and b are constrained just to be maximized or minimized. നമ്മൾ എന്തെന്ന് പറയുന്നു? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നു. ഇസ് ഈക്വൽ 250x + 75 നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നു.
വേരിയബിൾ എക്സ് ആൻഡ് വൈ ആർ കോൾഡ് ഡിസിഷൻ വേരിയബിൾ. ഇവിടെ നമ്മുടെ നമ്പർ ഓഫ് ടേബിളും നമ്പർ ഓഫ് ചെയറും. ഓക്കെ, നൗ വേരിയബിൾ എക്സ് ആൻഡ് വൈ ആർ ദി ഡിസിഷൻ വേരിയബിൾ. അടുത്ത കൺസ്ട്രെയിൻ, ലീനിയർ ഇൻഇക്വാലിറ്റി ഓർ ഇക്വേഷൻ ഓർ റെസ്ട്രിക്ഷൻസ് ഓൺ ദ വേരിയബിൾസ് ഓഫ് എ ലീനിയർ പ്രോഗ്രാമിങ്ങിനെ നമ്മൾ എന്തിട്ട് വിളിക്കുന്നു? കൺസ്ട്രെയിന്റ് എന്ന് വിളിക്കുന്നു. ഇവിടെ എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ 0, വൈ ഗ്രേറ്റർ ദാൻ 0 ആർ കോൾഡ് നോൺ നെഗറ്റീവ് റെസ്ട്രിക്ഷൻ. 4 ഇൻഇക്വാലിറ്റി ആണ് എന്തെന്ന് പറയുന്നത് അതിന്റെ കൺസ്ട്രെയിന്റ്. എന്തുകൊണ്ടാണ്? പ്രൈസിന്റെ, അതുപോലെ തന്നെ ടോട്ടൽ സ്റ്റോറേജ് സ്പേസിന്റെ. എ പ്രോബ്ലം വിച്ച് സീക്സ് ടു മാക്സിമൈസ് ഓർ മിനിമൈസ് എ ലീനിയർ ഫംഗ്ഷൻ subject to certain constraint determined by set of linear inequality നമ്മൾ എന്തിനെ വിളിക്കുന്നു? ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഒപ്റ്റിമൈസേഷൻ മീൻസ് വാട്ട് മീൻ ചെയ്യുന്ന മാക്സിമൈസേഷൻ ഓർ മിനിമൈസേഷൻ. മാക്സിമൈസേഷൻ ഓർ മിനിമൈസേഷൻ. അടുത്ത മെത്തേഡ് ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സോൾവിങ് ലീനിയർ പ്രോഗ്രാമിംഗ്. ഓക്കെ, എന്തായിരിക്കും? ഹൗ ടു ഗ്രാഫ് എ സിസ്റ്റം ഓഫ് ലീനിയർ ഇൻഇക്വാലിറ്റി ഇൻവോൾവിംഗ് 2 വേരിയബിൾ എക്സ് ആൻഡ് വൈ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫൈൻഡ് ദ സൊല്യൂഷൻ ഗ്രാഫിക്കലി. ലെറ്റ് us refer to the problem of investment in table and chair. പ്രോബ്ലം ഗ്രാഫിക്കലി നമ്മൾ ഏതാണ്? ഈ ഓരോ ഇക്വേഷൻ 5x + y < 100, x + y < 60, x greater than 0, y greater than or equal to 0. സോൾവിങ് ഇൻഇക്വാലിറ്റി എന്നുള്ളൊരു എന്ത് ചെയ്യുകയാണ്? നമ്മൾ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുകയാണ്. ഇവഞ്ച്വലി നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. എന്തുകൊണ്ടാണ്? 5x + y, ഓരോ x + y < 100, 5x + y 100. എങ്ങനെയാണ് ഇത് പ്ലോട്ട് ചെയ്യുന്നത് ജസ്റ്റ് ബേസിക്കലി എന്ത് ചെയ്യുക പറയാം. ഓക്കെ, ഓൾറെഡി നിങ്ങൾ നേരത്തെ. അപ്പം എന്താണ് ഇവിടെ ഓരോ ഇക്വേഷനും കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നത്? കാണിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ 5x + y < 100 എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാണ്? നമുക്കറിയാം അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതിൽ വരുന്ന പോയിന്റ് ഏതൊക്കെയായിരിക്കും? അപ്പം നമ്മളിങ്ങനെ ഫസ്റ്റ് ഇക്വേഷൻ ഏതാണ്? 5x + y = 100 എന്നുള്ളൊരു ലൈൻ എടുക്കണം. എക്സിൻ്റെ വാല്യൂ, വൈയുടെ വാല്യൂ. എക്സിൻ്റെ വാല്യൂ 0 വരുമ്പോൾ വൈയുടെ വാല്യൂ എത്ര കിട്ടും? 100 കിട്ടും. വൈയുടെ വാല്യൂ 0 വരുമ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടും? 20 കിട്ടും. ഈ രണ്ട് പോയിന്റും എന്ത് ചെയ്യുക? പ്ലോട്ട് ചെയ്യുക. ഏതാണ്? 20, 0, 0, 100. എന്നിട്ട് ഈ രണ്ട് ലൈനും കൂടെ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ 20, 0. ഓക്കെ, ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുക? പ്ലോട്ട് ചെയ്യുക. അടുത്ത നോക്കുക, ഈ ലൈനാണ് 5x + y 100. ഇനി 5x + y < 100 വരുന്ന 0, 0 ഇട്ട് കൊടുത്ത് നോക്കുക. 0, 0 എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. 0, 0, യെസ്, 0 < 100. അതിൻ്റെ മീനിങ് എന്തായിരിക്കും? ആ ലൈനിന് എങ്ങോട്ടുള്ളതാണ്? താഴോട്ടും ഉള്ള റീജിയൻ ആണ് ഒബ്വിയസ്ലി ഇത് എന്ത് ചെയ്യുന്നത്? സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു റീജിയൻ എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ 0, വൈ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ വന്നാലും എന്തായിരിക്കും? ഫസ്റ്റ് ക്വാഡ്രന്റ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ എക്സ് + y < 60 എന്നുള്ളത് കണ്ടുപിടിക്കുന്നതിന് എന്ത് ചെയ്യണം? പഴയ പോലെ തന്നെ എന്തായിരിക്കും? എക്സ് + y < = 60. നമ്മൾ എക്സ് വൈ എടുത്തു. എക്സ് 60 വരുമ്പോൾ വൈയുടെ വാല്യൂ 0, വൈയുടെ വാല്യൂ 60 വരുമ്പോൾ എക്സിൻ്റെ വാല്യൂ 0. നമുക്ക് ആ രണ്ട് പോയിന്റ് കിട്ടി. 60, 0, 0, 60. എന്നിട്ട് എന്ത് ചെയ്തു? അത് തമ്മിൽ എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. 60, 0, 0, 60. ഓക്കെ, എന്നിട്ട് അതിൻ്റെയും എന്താണ്? അവിടെയും 0, 0 ഇട്ട് കൊടുത്ത് നോക്കുക. ഇനി ആ ലൈൻ്റെ താഴോട്ടുള്ളതാണ് മുകളിലോട്ടുള്ള അറിയാൻ 0, 0 ഇട്ട് കൊടുക്കുക. 0, 0 സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏത് റീജിയനാണ്? താഴോട്ടുള്ള റീജിയനാണ്. അപ്പം ഇതെല്ലാം കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏത് റീജിയൻ ആയിരിക്കും? ഈ കാണിച്ചിരിക്കുന്നത് എന്തായിരിക്കും? റീജിയൻ ആയിരിക്കും. ആദ്യമേ നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ട് ഏത് റീജിയനാണ് ഈ ഇക്വേഷൻ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. അപ്പം അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ഇക്വേഷൻ കിട്ടും. 5x + y < 100 ആദ്യത്തെ ലൈൻ വരച്ചു. ഓക്കെ, നോക്കുക, നമ്മുടെ ആദ്യത്തെ ഗ്രീൻ കളറിലുള്ള ഈ ഇക്വേഷൻ്റെ ഏതാണ്? ഡൗണിലോട്ടുള്ള റീജിയൻ ആണ്. ഇനി രണ്ടാമത്തെ ഏതാണ്? x + y, അത് ഏതാണ്?
യെല്ലോ കളറിലുള്ള ഈ ഇക്വേഷൻ എന്താണ്? താഴോട്ടുള്ള റീജിയൻ ആണ്. അടുത്ത എക്സ് ഗ്രേറ്റർ ദാൻ 0, വൈ ഗ്രേറ്റർ ദാൻ 0. അതെങ്ങനെയായിരിക്കും? ഇതിന് മണ്ടലോട്ട്, ഇതിനും മണ്ടലോട്ട്. അങ്ങനെ നമുക്ക് ഈ കാണുന്ന ബ്ലൂ റീജിയൻ ആണ് ഇക്വേഷൻ എല്ലാം എന്ത് ചെയ്യുന്നത്? സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ആദ്യമേ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫിനുള്ളിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? ഫീസിബിൾ റീജിയൻ എന്ന് കണ്ടുപിടിക്കണം. അതാണ് ഈ ഷെയ്ഡ് റീജിയൻ. ഈ ഇക്വേഷൻ എല്ലാം കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയനാണ് നമ്മൾ ഫീസിബിൾ റീജിയൻ. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കുക. എങ്ങനെയാണ്? നമ്മുടെ ഈ 2 സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. 2 സ്ട്രെയിറ്റ് ലൈനും കൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, സിസ്റ്റം ഓഫ് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്താൽ നമുക്ക് അതിന് എന്ത് കിട്ടും? ഇന്റർസെക്ഷൻ പോയിന്റും കൂടെ എന്ത് ചെയ്യും? കിട്ടും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. The graph this system എന്തായിരിക്കും? കൺസിസ്റ്റ് ഏതായിരിക്കും? കോമൺ ടു ഓൾ പ്ലെയിൻസ് determined by the inequality. Okay, each point in this region represent feasible choice. Okay, open to the linear for investing table and chair. അതിലെ ഏത് ഷെയ്ഡ്? നമ്മുടെ ബ്ലൂ ഷെയ്ഡ് റീജിയൻ. നെക്സ്റ്റ് പേജ് കണ്ടത് called a feasible region. Every point on this region is called a feasible solution. അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത്? ഫീസിബിൾ റീജിയൻ. ഇതിലുള്ള ഏതും ഈ ഇക്വേഷൻ എന്ത് ചെയ്യുന്നു? സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നു? ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു? വിളിക്കുന്നു. ഓക്കെ, അടുത്ത എന്താണ് ഫീസിബിൾ റീജിയൻ? The common region determined by all the constraint including the non-negative constraint is called a feasible region or solution region. OABC എന്തായിരിക്കും? is the feasible region for the problem. ഓക്കെ, നമ്മുടെ ഫീസിബിൾ റീജിയന്റെ ബൗണ്ടറിയാണ് ഞാനിവിടെ വരയ്ക്കുന്നത്. ശ്രദ്ധിക്കുക, ഇതായിരിക്കും അതിൻ്റെ ഏത്? ഫീസിബിൾ റീജിയൻ. Feasible solution. Point within and on the boundary of this feasible region represent a feasible solution of the constraint. Okay, ഈ ബൗണ്ടറിയിലും ഇതിനുള്ളിലാണ് ഫീസിബിൾ സൊല്യൂഷൻ. Every point within and on the boundary of this feasible region represent a feasible solution. 10,50, 0,60, 20,0. അതായത് കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ബൗണ്ടറി, ഈ 10,50 എന്നുള്ളത് എന്താണ്? ഇക്വേഷനെ സോൾവ് ചെയ്തപ്പോൾ കിട്ടിയതാണ്. 0,60 ഒരു ബൗണ്ടറിയുടെ കോർണറാണ്. 20,0 എന്തായിരിക്കും? ഒരു ബൗണ്ടറിയുടെ കോർണറാണ്. ഓക്കെ, നമുക്ക് എങ്ങനെ ഇരിക്കും? അത് രണ്ടും കൂടെ സോൾവ് ചെയ്തപ്പോൾ കിട്ടി. 5x + y 100, x + y 60. നമുക്ക് എത്ര കിട്ടും? സബ്സ്ട്രാക്ട് ചെയ്യുക. 4x = എത്ര കിട്ടും? 40. അതിൽ നമുക്ക് എത്ര കിട്ടും? എക്സിൻ്റെ വാല്യൂ 10. അതിൽ നമുക്ക് വൈയുടെ വാല്യൂ എത്രയെന്ന് കിട്ടും? 15 കിട്ടും. ഓക്കെ, എനി പോയിന്റ് ഔട്ട്സൈഡിനെ നമ്മൾ എന്ത് വിളിക്കും? ഇൻഫീസിബിൾ സൊല്യൂഷൻ. 25,40, 25,40 ഈ റീജിയന് ഔട്ടാണ്. ഈ കൺസ്ട്രെയിൻറ്റുകളെല്ലാം, കാരണം എന്താണ്? കൺസ്ട്രെയിൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ പ്രൈസാടെ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യാല, അല്ലെ സ്റ്റോറേജ് സ്പേസ് സാറ്റിസ്ഫൈ ചെയ്യാൽ. ഇത് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ഒരിക്കലും ഒന്നെങ്കിൽ അവൈലബിൾ സ്പേസും കാണുമല്ല, അല്ലെങ്കിൽ അവൈലബിൾ ക്യാഷും കാണുമല്ല. അങ്ങനെ എന്തുണ്ട്? ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. ഓക്കെ, അടുത്ത എന്താണ്? ഇതാണ് അപ്പം ഫീസിബിൾ സൊല്യൂഷൻ, ഫീസിബിൾ റീജിയൻ എന്ന് പറഞ്ഞ് പറയുന്നത്. Optimal or feasible solution. Any point in the feasible region that give the optimal value, maximum profit is called an optimal solution. Feasible എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള, അതിലെ ഏറ്റവും ബെസ്റ്റ് ആണ് ഒപ്റ്റിമൽ. അതായത് നമുക്ക് ഇവിടുത്തെ സിറ്റുവേഷൻ മാക്സിമം പ്രോഫിറ്റ്. Every point on the feasible region satisfy all the constraint. Since there are infinite many points, it is not evident how we should go finding a point that give the maximum point. കാരണം എന്താണ്? എല്ലാ ബൗണ്ടറി പോയിന്റും ബൗണ്ടറി ഉള്ളിലുള്ള പോയിന്റ് ഇത് എന്ത് ചെയ്യുന്നു? സാറ്റിസ്ഫൈ ചെയ്യുന്നു. To handle this situation, we use the following theorem, which are fundamental in solving linear programming problem. ഓക്കെ, അപ്പോൾ പ്രൂഫിന്റെ ആവശ്യമില്ല. നമ്മൾ ബേസിക് തിയറി എന്താണെന്ന് മനസ്സിലാക്കുക. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഒപ്റ്റിമം കോർണർ പോയിന്റിലായിരിക്കും. ശ്രദ്ധിക്കുക. ലെറ്റ് R be the feasible region, convex polynomial of a linear programming problem is equal to ax plus iy. Objective function when z has optimal value, maximum, minimum, where the variable x and y subject to constraint, describe linear locality. This optimal value occur at corner point. അതായത് ഏതൊക്കെയാണോ കോർണർ പോയിന്റ് അവിടെയായിരിക്കും ഒപ്റ്റിമം എന്ന് വെച്ചാൽ മാക്സിമം അവിടെ വരാം, അല്ലെങ്കിൽ മിനിമം അവിടെ വരാം. നമ്മൾ അതിന്റെ പ്രൂഫിനെ പറ്റി പറയുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ
നമ്മുടെ ഒ ഒരു കോർണറാണ്, സി ഒരു കോർണറാണ്, ബി ഒരു കോർണറാണ്, എ ഒരു കോർണറാണ്. ഈ ഏതൊരു ഒരു കോർണർ പോയിന്റിലായിരിക്കും എന്ത് വരുന്നത്? മാക്സിമം അല്ലെങ്കിൽ മിനിമം വരുന്നത്. Let R be the feasible region for linear programming problem. Z equal ax plus by be the objective function. എന്തായിരിക്കും? ആറിനെ നമ്മൾ എന്തെങ്കിലും ബൗണ്ടഡ്. Then the objective function is as both maximum and minimum value and each of these corner at a corner point എന്ന് പറയും. എന്താണ് ഇവിടെ ബൗണ്ടഡ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? നമ്മുടെ പ്രീവിയസ് സിറ്റുവേഷനിൽ എന്താണ്? ഒന്നൊരു ഓപ്പൺ റീജിയൻ അല്ല, അതായത് എല്ലാ കോർണർ പോയിന്റ്സും നമ്മൾ എന്താണ് ഡിഫൈൻഡ് ആണ്. ഓക്കെ, ഇങ്ങനെ ഒരു ബൗണ്ടറി ഏത് കോർണറിനും ഉണ്ട്, അതിനെയാണ് നമ്മൾ ബൗണ്ടഡ് റീജിയൻ എന്ന് പറയുന്നത്. അൺബൗണ്ടഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി, അപ്പർ ലിമിറ്റ് പറയാൻ പറ്റത്തില്ല. എന്തായിരിക്കും? ഇങ്ങനെ ഇൻഫിനിറ്റിലോട്ട് കിടക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ ഒരു റീജിയനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈ ടോപ്പിലുള്ള റീജിയനാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് റീജിയൻ എങ്കിൽ അതിനെ അൺബൗണ്ടഡ് എന്ന് വിളിക്കുന്നു. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ബൗണ്ടഡ്. R be the feasible region. R be the feasible region for a linear programming problem. Z equal to x plus by be the objective function. R is bounded. ഇതാണ് ബൗണ്ടഡ്. ഇവിടെ 4 ബൗണ്ടഡ്. നമ്മുടെ ആ ഗിവൺ പ്രീവിയസ് ഗ്രാഫിനെയാണ് നമ്മൾ ബൗണ്ടഡ് റീജിയൻ എന്ന് വിളിക്കുന്നത്. കാരണം എന്താണ്? നമുക്ക് ബൗണ്ടറി ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാം. ഒബ്ജക്റ്റീവ് അങ്ങനെ ബൗണ്ടഡ് റീജിയൻ ആണ് ബോത്ത് മാക്സിമം വാല്യൂ ഉണ്ട്, എന്തുകൊണ്ട് മിനിമം വാല്യൂ ഉണ്ട്. ഓക്കെ, ഇഫ് ആർ ഇസ് അൺബൗണ്ടഡ് എന്തായിരിക്കും? പിന്നെ മാക്സിമം ഓർ എ മിനിമം വാല്യൂ ഫംഗ്ഷൻ എന്തായിരിക്കും? എക്സിസ്റ്റ് ചെയ്യുകയില്ല. അത് ശ്രദ്ധിച്ചോണം. എന്തായിരിക്കും? ബൗണ്ടഡ് ആണെങ്കിൽ മാക്സിമം മിനിമം ഉണ്ട്, അൺബൗണ്ടഡ് മാക്സിമം ഓർ മിനിമം വാല്യൂ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മേ നോട്ട് എക്സിസ്റ്റ്. ഏതൊരെണ്ണം എക്സിസ്റ്റ് ചെയ്യത്തില്ല, കാരണം ചിലപ്പോൾ ഇൻഫിനിറ്റി ആയിരിക്കും. അതായിരിക്കും ഫോർ കോർണർ പോയിന്റ് നമ്മൾ ഏതായിരിക്കും? 0 0 20 0 10 50 0 60. അടുത്ത എന്തായിരിക്കും? ഇസഡ് നമ്മൾ ഓരോ പോയിന്റിലും കമ്പ്യൂട്ട് ചെയ്യും. ഓക്കെ, അതിൽ നിന്ന് എന്തായിരിക്കും നോക്കുക? ഓരോ കോർണർ പോയിന്റ് നമ്മുടെ എന്ത് ചെയ്യും? ഇസഡ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? കമ്പ്യൂട്ട് ചെയ്തു. 250x പ്ലസ് എത്രയായിരിക്കും? 75y ആയിരുന്നു നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പം ഓരോ പോയിന്റും എടുത്തു. കോർണർ പോയിന്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഫീസിബിൾ റീജിയനിലെ കോർണർ പോയിന്റിലായിരിക്കും മാക്സിമം മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ ഈ ഒരു ഗിവൺ റീജിയൻ നോക്കുക. ഈ കാണിച്ചിരിക്കുന്ന ഈ റീജിയൻ എന്ന് പറയുന്നത് എന്താണ്? ബൗണ്ടഡ് ആണ്. ഈ കാണിച്ചിരിക്കുന്ന റീജിയൻ എന്ന് പറയുന്നത് എന്താണ്? ബൗണ്ടഡ് ആണ്. ഓക്കെ, ഈ ഒരു കാണിച്ചിരിക്കുന്ന റീജിയൻ നമ്മുടെ എന്താണ്? ബൗണ്ടഡ് റീജിയൻ ആണ്. ബൗണ്ടഡ് റീജിയനിലെ കോർണർ പോയിന്റ് എടുത്തു, ഇസഡിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. ഓക്കെ, അടുത്തത് ഇവിടെയായിരിക്കും മാക്സിമം വരുന്നത്. കോർണർ പോയിന്റ് ഓഫ് എ ഫീസിബിൾ റീജിയൻ ഇസ് എ പോയിന്റ് ഇൻ ദ റീജിയൻ വിച്ച് ഈസ് ദ ഇന്റർസെക്ഷൻ ഓഫ് ടു ബൗണ്ടറി ലൈൻസ്. ശ്രദ്ധിച്ചാണ് എന്തായിരിക്കും? കോർണർ പോയിന്റ് ഫീസിബിൾ റീജിയൻ ഇസ് എ പോയിന്റ് ഇൻ ദ റീജിയൻ ഇന്റർസെക്ഷൻ ഓഫ് ടു ബൗണ്ടറി. ഇവിടെ നോക്കുക, ഈ ഒരു ബൗണ്ടറി, ഇതൊരു ബൗണ്ടറി, എക്സ് ഗ്രേറ്റർ ദാൻ 0 എക്സ് പ്ലസ് വൈ ലെസ് ദാൻ, ഇങ്ങനെ ഒരു ബൗണ്ടറിയാണ് ഒരു സി എന്ന് പറയുന്നത്. അതുപോലെ ബി എന്ന് പറയുന്നത് എന്താണ്? അതുപോലെ അതും രണ്ട് ബൗണ്ടറിയുടെ റീജിയൻ ആണ്. എ എന്ന് പറയുന്നത് ഈ ബൗണ്ടറിയുടെയും ഇന്റർസെക്ഷൻ ആണ്. 0 0യും എക്സ് ഗ്രേറ്റർ ദാൻ 0 വൈ ഗ്രേറ്റർ ദാൻ 0. അത് ശ്രദ്ധിക്കണം. ഏത് കോർണർ പോയിന്റും രണ്ട് ബൗണ്ടറിയുടെ ഇന്റർസെക്ഷൻ പോയിന്റ് ആയിരിക്കും. ഫീസിബിൾ റീജിയൻ ഓഫ് എ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ സെറ്റ് ടു ബി ബൗണ്ടഡ് if it can be enclosed within a circle, otherwise it is called unbounded. Means that the feasible region does not does extend infinitely in many direction. ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് വരുന്നത്. എന്തായിരിക്കും? എക്സ് പ്ലസ് വൈ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് തന്നിരിക്കുന്നത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 എന്നാണ് തന്നിരിക്കുന്നത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ആണ് 0 0 വരുന്ന റീജിയൻ ആയിരിക്കുകയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു സിറ്റുവേഷനിൽ ഇതിന് എബോ ആയിട്ടുള്ള റീജിയൻ ആണ്. ഇതെപ്പോഴും എന്താണ്? അൺബൗണ്ടഡ് ആണ്. ഓക്കെ, അതാണ് ബൗണ്ടഡ് റീജിയൻ്റെ അൺബൗണ്ടഡ് റീജിയൻ്റെ.
ഓക്കെ, ബൗണ്ടഡ് റീജിയൻ ആണെങ്കിൽ മാക്സിമം മിനിമം കാണും, അൺബൗണ്ടഡ് ആണെങ്കിൽ ഏതേലും ഒന്നേ കാണുള്ളൂ. ഇങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ കോർണർ പോയിന്റ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തു, അവിടുത്തെ ഇസഡിന്റെ വാല്യൂ കണ്ടുപിടിച്ചു, മാക്സിമം മിനിമം എന്തായിരിക്കും ഈ കോർണറിൽ ആയിരിക്കും. Let R be a feasible region for a linear programming problem. Let z equal ax plus b by be the objective function. R is bounded. നമുക്ക് എന്ത് പറയും? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അത് ബോത്ത് മാക്സിമം ആൻഡ് എന്തുണ്ട്, മിനിമം വാല്യൂ ഉണ്ട്. ഇതുപോലൊരു ബൗണ്ടഡ് റീജിയൻ ആണെങ്കിൽ നമുക്കവിടെ മിനിമം എന്ത് ചെയ്യും, പ്രോഫിറ്റ് ഉണ്ടാക്കാം. അവിടെ നമ്മൾ മിനിമം പ്രോഫിറ്റ് പറയേണ്ട കാര്യമില്ല, കാരണം അതിന് മീനിങ് ഇല്ല. കാരണം നമുക്ക് മാക്സിമം പ്രോഫിറ്റിന് മാത്രമേ മീനിങ് ഉള്ളൂ. ഇനി ഇതുപോലത്തെ റീജിയൻ ആണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നു, അൺബൗണ്ടഡ് എന്ന് വിളിക്കുന്നു. നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, x plus y greater than or equal to let's say 100 or 80, അങ്ങനെ എന്തെങ്കിലും ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, അത് ഇതിനും മണ്ടയിലോട്ടുള്ള പോയിന്റ് ആണ്. കാരണം എന്തുകൊണ്ടാണ്, 0 0 എന്നുള്ള സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ 80 എഴുതുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യും, എക്സ് എഴുതി വൈ എഴുതി 0 80 0 80 ഇങ്ങനെ പോയിന്റ് വരും. അത് നമ്മളിവിടെ മാർക്ക് ചെയ്തു, എന്നിട്ട് ആ ലൈൻ വരച്ചു. 0 0 0 0 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ചോദിച്ചു. 0 + 0 ഗ്രേറ്റർ ദാൻ 80 തെറ്റാണ്. അപ്പോൾ 0 ഉള്ള പോയിന്റ് അല്ല, 0ക്ക് ഓപ്പോസിറ്റ് ഉള്ളതാണ്. അവിടെ എന്ത് ചെയ്യണം, ആ റീജിയൻ ഒരു ഡെഫിനിറ്റ് ബൗണ്ടറി നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, നമുക്ക് പറയാം ഇതാണ് ബൗണ്ടറി. ഇവിടെ അങ്ങനെ ബൗണ്ടറി വരാൻ അതാണ് അൺബൗണ്ടഡ്. അൺബൗണ്ടഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, മാക്സിമം അല്ലെ മിനിമം ഏതൊരു ഒരെണ്ണം എക്സിസ്റ്റ് ചെയ്യുകയില്ല. ഇപ്പൊ നമ്മുടെ പ്രീവിയസ് സിറ്റുവേഷനിൽ എത്രയായിരിക്കും, 10,50 ആയിരിക്കും ബെസ്റ്റ് കേസ്. അതൊരു കോർണർ പോയിന്റ് ആണ്, അവിടെ ആയിരിക്കും മാക്സിമം എക്സിസ്റ്റ് ചെയ്യുന്നത്. ദിസ് മെത്തേഡ് ഓഫ് സോൾവിങ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം റെഫേഴ്സ് ടു എ കോർണർ പോയിന്റ് മെത്തേഡ്. എന്തായിരിക്കും, ഇത്ര സ്റ്റെപ്പ് ഉണ്ട്. ഫൈൻഡ് ദ ഫീസിബിൾ റീജിയൻ ഇൻ ദ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആൻഡ് ഡിറ്റർമൈൻ ഇറ്റ്സ് കോർണർ പോയിന്റ് either by inspection or by solving the two equation of the line intersecting that point. ആദ്യം എന്തായിരിക്കും, find the feasible region of the linear program. എന്തായിരിക്കും, കോർണർ പോയിന്റ് കണ്ടുപിടിക്കണം. ഒന്നെങ്കിൽ ഇൻസ്പെക്ഷൻ വഴിയും അല്ലെങ്കിൽ ഏതായിരിക്കും, രണ്ട് ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്ത് സോൾവ് ചെയ്തു. അടുത്ത് ഇവാലുവേറ്റ്, അത് നമുക്ക് ഗ്രാഫിൽ നിന്ന് കിട്ടും. ഇവാലുവേറ്റ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അറ്റ് ഈച്ച് കോർണർ പോയിന്റ്. ലെറ്റ് ക്യാപിറ്റൽ എം സ്മോൾ എം ഡിനോട്ട് ദി ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് വാല്യൂ. When a feasible region is bounded, capital M and small m be the maximum and minimum value. In the case feasible region unbounded ആണെങ്കിൽ നമുക്ക് പറയത്തില്ല എന്തായിരിക്കും, m be the maximum value എന്തായിരിക്കും, open half plane determined by abx plus എന്തായിരിക്കും, has no point common with the feasible region. അപ്പം നമുക്ക് എന്തായിരിക്കും, അൺബൗണ്ടഡ് ഇങ്ങനെ റീജിയൻ ആണ്. നമുക്ക് മുമ്പത്തെ ഗ്രാഫ് പോലെ അൺബൗണ്ടഡ് റീജിയൻ ഇതാണ്. എം ബി ദ മാക്സിമം വാല്യൂ ഓഫ് ഇസഡ് ഇഫ് ദി ഓപ്പൺ ഹാഫ് പ്ലെയിൻ ഡിറ്റർമൈൻഡ് ബൈ എ എക്സ് പ്ലസ് ബി വൈ ഗ്രേറ്റർ ദാൻ എം. ഓക്കെ, അതായത് ഇവിടുത്തെ ഒരു മാക്സിമം വാല്യൂ ഉണ്ട്, പക്ഷേ ഇതിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും എന്തായിരിക്കും, ഇതിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഓക്കെ ഇതായിരിക്കും നമ്മുടെ ഏത് അൺബൗണ്ടഡ് റീജിയൻ. അപ്പം നമുക്ക് ഈ രണ്ട് കോർണർ പോയിന്റ് 0,80 എടുക്കാം, 80,0 എടുക്കാം. നമ്മളെ ബൗണ്ടഡ് റീജിയൻ ആണെങ്കിൽ മാക്സിമം മിനിമം വന്നു. ഇനി ഈ കോർണർ പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു. എം ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ഇസഡ് ഇഫ് ദി ഓപ്പൺ ഹാഫ് പ്ലെയിൻ ഡിറ്റർമൈൻഡ് ബൈ എ എക്സ് പ്ലസ് ബി വൈ ഗ്രേറ്റർ ദാൻ എം. ഇനി ഇതാണ് എ എക്സ് പ്ലസ് ബി വൈ ഗ്രേറ്റർ ദാൻ എം എന്ന് പറയുന്നത് എന്താണ്, ഈ റീജിയൻ ആണ്. ഹാസ് നോ പോയിന്റ് ഇൻ കോമൺ വിത്ത് ദ ഫീസിബിൾ റീജിയൻ. എന്തായിരിക്കും, ഇസഡിന് എന്തല്ല വേറെ മാക്സിമം വാല്യൂ ഇല്ല. കാരണം എന്തുകൊണ്ടാണ്, ഇതിലെ ഏത് വാല്യൂ നിങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിനേക്കാൾ, കാരണം എന്തുകൊണ്ടാണ് ഇവിടെ മാക്സിമം വാല്യൂ ഇങ്ങനെ ഇൻഫിനിറ്റിയിലോട്ട് എന്ത് ചെയ്യും, പൊക്കോണ്ടിരിക്കും. കാരണം എന്തുകൊണ്ടാണ്, എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കൂടുന്നതനുസരിച്ച് ചിലപ്പോൾ അത് കൂടിക്കൊണ്ടിരിക്കും. സ്മോൾ എം ഈസ് ദ മിനിമം വാല്യൂ ഇഫ് ദ ഓപ്പൺ ഹാഫ് പ്ലെയിൻ ഡിറ്റർമൈൻഡ് ബൈ എ എക്സ് പ്ലസ് ബി വൈ ലെസ് ദാൻ എം ആൻഡ് നോ പോയിന്റ് ഇൻ കോമൺ വിത്ത് ദ ഫീസിബിൾ റീജിയൻ. എന്തായിരിക്കും, ഇസഡിന് എന്തില്ല, മിനിമം വാല്യൂ ഇല്ല. ചിലപ്പോൾ നമുക്ക് ഓപ്പൺ ഹാഫ് പ്ലെയിൻ എന്ന് പറയുന്നത് ഏതായിരിക്കും, എക്സ് പ്ലസ് ബി വൈ ലെസ് ദാൻ എമ്മിന് എന്തായിരിക്കും, ഇക്വലൻ്റ് ആയിരിക്കും. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണം, ഡിറ്റർമൈൻ ചെയ്യണം. ഓപ്പൺ ഹാഫ് പ്ലെയിനിൽ ഏത് രീതിയിലാണ്, ചിലപ്പം നമുക്ക് എന്തായിരിക്കും, ഇവിടുത്തെ ഏത് പോയിന്റ് എടുത്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂയുടെ വൈ മാറുന്നത് വലുതാകുന്നതനുസരിച്ച് മാക്സിമം വാല്യൂ നമുക്ക് വലുതായി കിട്ടിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ വലുതാകുന്നതനുസരിച്ച്
മിനിമം വാല്യൂ വലുതായിക്കണം എന്ന് വെച്ചാൽ അങ്ങനെ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ ഏത് എത്ര വലിയ എക്സ് വാല്യൂ എടുക്കുന്നു അതിന് കറസ്പോണ്ടിങ് വലിയ മാക്സിമം വാല്യൂ കിട്ടും, അല്ലെങ്കിൽ വലിയ മിനിമം വാല്യൂ കിട്ടും. അപ്പം അത് നമ്മൾ ഒബ്സർവ് ചെയ്താലേ നമുക്ക് പറയത്തുള്ളൂ. ഓക്കെ, ഞാൻ ഇത് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബൗണ്ടഡും അൺബൗണ്ടഡും അതിലെ എന്തുകൊണ്ടാണ് മാക്സിമം ഉണ്ട് എന്തുകൊണ്ടാണ് മിനിമം ഇല്ലാത്തത് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടുകയുള്ളൂ.